കേരള സർക്കാരിന്റെ കീഴിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇയവ, തിയ, ബിലാവ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് വന്നിട്ടുള്ള വിജ്ഞാപനത്തിന്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 15/7/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 14/8/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 211/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCന്റെ വെബ്സൈറ്റിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അപ്പോൾ കേരള ഫോറസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് മാനേജർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. 39,500 രൂപ വരെയൊക്കെ ശമ്പളം തുടക്കത്തിൽ തന്നെ ഇതിന് ലഭിക്കുന്നതായിരിക്കും. 83,000 രൂപ വരെയാണ് മാക്സിമം ശമ്പളം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇയവ, തിയ, ബിലാവ ഈ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള PSC ആണ്. അപ്പോൾ യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് യവ, തിയ, ബിലാവ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ളവർക്കാണ് യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 2/1/1985 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc ഫോറസ്ട്രിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ BTech ഫോറസ്ട്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 167 സെന്റിമീറ്റർ ഉയരം വേണം. അതുപോലെ 81 സെന്റിമീറ്റർ ചെസ്റ്റ് വേണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് പറയുന്നുണ്ട്. 8 ഐറ്റംസ് ഉണ്ട്. ആ ഒരു 8 ഐറ്റംസിൽ നിന്ന് നിങ്ങൾ ഏകദേശം 5 എണ്ണം പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മതി. അപ്പോൾ 100 മീറ്റർ ഓട്ടം ഉണ്ട് 14 സെക്കൻഡിൽ. പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ടൈമിങ്ങും ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളപ്പ് ഓർ ചിന്നിങ് ഉണ്ട്. പിന്നെ 1500 മീറ്റർ ഓട്ടം ഏകദേശം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. അപ്പോൾ എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടാവുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അറിവിൽ ഇതിന് യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ബാക്കി കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.